ഓം സായിറാം. എന്താ വാതിൽ തുറന്നതേ ഉള്ളൂ, അവൻ വന്ന് പൂജ കാണാനെത്തിയിരിക്കുകയാണ്. ഭഗവാൻ ഡ്രസ്സൊക്കെ മാറി ആരതിക്ക് റെഡിയായിരിക്കുകയാണ്. ഓം സായിറാം. ഈവനിങ് ആരതി കഴിഞ്ഞ് ആ ഡ്രസ്സോട് കൂടിയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. രാവിലെയാണ്. പിന്നെ ആരതി എടുക്കുമ്പോൾ മുമ്പായിട്ടാണ് ഞങ്ങൾ വെള്ള ഡ്രസ്സ് അണിയിക്കും. ഇല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ മേലെ നമ്മൾ പുതച്ചിട്ടാണ് ആരതി എടുക്കുന്നത്. പഞ്ചദീപം നെയ്ദീപമാണ് എടുക്കുന്നത്. ഓം സായിറാം. ഓം ശ്രീ സായിറാം. ജയ സായിറാം. ശ്രീ സായിറാം. ഓം സായി ശ്രീ സായി ജയ ജയ സായി. ഓം സായി ശ്രീ സായി ജയ ജയ സായി. ഓം ശരവണ സായിറാം. അങ്ങനെ മുരുകനും നമ്മൾക്ക് ആരതി എടുക്കാം. ഡെയിലി കാണിക്കുന്നത് ഞാൻ ഈ ഉപയുടെ കാണിക്കുന്ന പൂജകളാണ്, കാണാൻ വേണ്ടിയാണ്. നമ്മളെങ്ങനെയാണോ ഒരു അമ്പലത്തിൽ ഡെയിലി രാവിലെയാണ് തൊഴാൻ പോകുമ്പോൾ ഞങ്ങൾ പൂജ കാണുന്ന പോലെ ഞാനിപ്പോൾ ഇവിടെ ഡെയിലി ചെയ്യുന്ന പൂജകൾ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നു എന്ന് മാത്രം. സായിറാം. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും പൂജ കഴിച്ചു. സ്വാമിയേ അയ്യപ്പൻ്റെ ഫോട്ടോ വയ്ക്കും ആരതി കാണിക്കാൻ. ഞങ്ങളെല്ലാം അവിടെ പൂജാ റൂമിൽ എല്ലാ പടങ്ങൾക്കും ഏത് ദൈവത്തിൻ്റെ ഫോട്ടോ ആണോ വെച്ചിരിക്കുന്നത് അതിലെല്ലാമാണ് ആരതി കാണിക്കുന്നത്. പഞ്ചദീപം കാണിച്ചു. ഭഗവാൻ ആരതിയെല്ലാം കഴിഞ്ഞു ഇരിക്കുകയാണ്. ഇനി നമ്മൾക്ക് കുറച്ചായി ഡ്രസ്സൊക്കെ മാറ്റാം. ഓം സായിറാം. അവരടുത്ത ആളും എത്തി തൊഴുതാനായിട്ട്. ഇന്ന് ചുവപ്പ് ഡ്രസ്സാണ് അണിയിക്കുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാം അണിയിച്ച് അലങ്കാരം കഴിഞ്ഞു. നമുക്ക് പൂജ കഴിക്കാം. പ്രസാദമെല്ലാം വച്ചു. പാല് കാച്ചി എല്ലാം വച്ച ശേഷം പ്രസാദം വച്ച ശേഷം പൂജയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. സായിറാം. അന്നാട് ചെയ്യുന്ന പൂജ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സായിറാം. നോക്കൂ, വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ നാളായ ഇന്ന് ഭഗവാനും ഞങ്ങൾ ചുവന്ന ഡ്രസ്സ് ധരിച്ച് അനുഗ്രഹത്തിനായി നിങ്ങളെ നോക്കിയിരിക്കുന്നു. ഭഗവാൻ കഴിഞ്ഞിരിക്കുകയാണ് പൂജ. നോക്കൂ. ഓം സായിറാം. ഇതാണ് ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരം. അങ്ങനെ വലുതായിട്ടൊന്നും ഡെയിലി ചെയ്യില്ല. വ്യാഴാഴ്ച തോറും ആണ് ഇത്തിരി സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. പിന്നെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഭഗവാന് പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞ് വലിയ പൂമാലയൊക്കെ വാങ്ങിച്ചിട്ട് വിശേഷങ്ങളിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഡെയിലി ചെയ്യുന്ന പൂജയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പൂജകളെ പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര തന്നെ. കാണുക. ഓം സായിറാം. കാണണം എന്നുള്ളവർക്ക് ഭഗവാൻ കണ്ണിൽ പെട്ടോളും. ഗുരുദർശനം എന്ന് പറയുന്നത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ മക്കളെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ മക്കൾക്കും ഗുരുവെ കാണണം എന്നുള്ള ആ മഹാഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഗുരുവെ കാണാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഇത് ആഗ്രഹിച്ച് കാണുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി പറയുന്നു. കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓം സായിറാം. ആരും ഒരേപോലെ ഉണ്ടെന്ന് വിചാരിക്കരുത്. പൂജകളെല്ലാം ഒരേ മാതിരിയാണ്. ഡ്രസ്സിങ് മാത്രം തന്നെയാണ് മാറുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരിയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര തന്നെ. ഇന്നത്തെ വീഡിയോ അത്ര തന്നെ. വലുതായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓം സായിറാം. ഭഗവാനെ കാണുക, കൺകുളിരെ കാണുക. അതിനു വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നോക്കൂ. ഓം സായിറാം. പിന്നെ ഞാൻ ലൈവിലും ഇടുന്നതായിരിക്കും. രാവിലെ
കുറേ നേരമൊക്കെ 1 മണിക്കൂറോളം ലൈവിലുണ്ടാകും. അത് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. കൃഷ്ണ കൃഷ്ണ നാരായണ. ഇങ്ങനെ അതും 4 പേരോ 5 പേരോ ഒക്കെ രാവിലെ വന്ന് കാണുന്നുണ്ട്. അവർക്കും വേണ്ടിയാണ് ഞാൻ ലൈവിലിടുന്നത്. ഓം സായിറാം. ശരവണ ഭവ, ഷൺമുഖ സുബ്രഹ്മണ്യ. എല്ലാവരെയും ഞാനിന്ന് എടുത്തിരിത് സമയപുരം മാരിയമ്മയാണ്. അഷ്ടലക്ഷ്മി എല്ലാ ഫോട്ടോയും ഞാൻ എടുത്തിരിക്കുകയാണ്. മീനാക്ഷി, കാമാക്ഷി, മീനാക്ഷി എല്ലാം ഉണ്ട്. കാമാക്ഷി ഞങ്ങളുടെ കുലദൈവമാണ്. ഓം സായിറാം. മുരുകൻ. ഇത്ര തന്നെ ഇന്നത്തെ